എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ വിമൻസ് സ്പെഷ്യലാണ്. ഹൈജീനിക് ആയിട്ടുള്ള പീരിയഡ് പാഡ് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പാറ്റേൺ ചെയ്യണം. ചാർട്ട് പേപ്പർ എടുക്കുക. ചാർട്ട് പേപ്പർ ഫോൾഡ് ചെയ്തിട്ടുള്ള ചാർട്ട് പേപ്പറിൽ 8 ഇഞ്ച് ലെങ്ത്ത്, അത് കഴിഞ്ഞിട്ട് അതിന് നമ്മൾ 1.5 ഇഞ്ച് വിഡ്ത്ത് വയ്ക്കുന്നത്. ഇതൊരു സ്റ്റാൻഡേർഡ് സൈസാണ് ഈ കാണിക്കുന്നത്. നിങ്ങൾക്കതിൽ എന്തെങ്കിലും വ്യത്യാസപ്പെടുത്താം. അതിനുശേഷം മിഡ് പോയിൻ്റ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യുക. ശേഷം ഇതിനെ ഒന്ന് ലൈനാക്കി മാറ്റിയെടുക്കുക. ജസ്റ്റ് മിഡ് പോയിൻ്റ് ഒന്ന് ലൈനാക്കി വരയ്ക്കുക. അവിടെ നമ്മൾ 1.1 ഇഞ്ചാണ് നടുക്കിൽ നമ്മൾ മിഡ് പോയിന്റിൽ മാർക്ക് ചെയ്യണത്. അതിനുശേഷം ഇതിനെ ഒന്നുകൂടി ഫോൾഡ് ചെയ്യുക. നേരെ നടു ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് വരച്ച് തീർക്കാതെ. അപ്പോൾ രണ്ട് ഭാഗവും ഒരേ ഷേപ്പ് നമുക്ക് കിട്ടും ചെയ്യും. ജസ്റ്റ് ഷേപ്പ് കൊടുക്കുക അതുപോലെ. ഓക്കെ, ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത് മുഴുവൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് റീയൂസ് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ വളരെ കോസ്റ്റ് കുറവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മിഡിലെ പാഡിനുള്ള പാറ്റേൺ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഇതിൻ്റെ പാഡിൻ്റെ കവറും കൂടിയും നമുക്ക് ശരിയാക്കണം. അപ്പോൾ അതിന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പീസ് എടുക്കുക. ഇതേപോലെ തന്നെ പേപ്പർ പീസ് നമുക്കൊരു 4 ഇഞ്ച് നമ്മൾ നീക്കി വെച്ചിട്ട് മാർക്ക് ചെയ്യുക തലയ്ക്കിൽ നിന്ന്. കാരണം നമുക്ക് സീം അലൗൺസിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ നമ്മൾ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഇതിനെ വെച്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഓക്കെ, ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിന് ഒരു വിങ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ മാർക്ക് ചെയ്തിട്ടുള്ളതിനെ നമ്മളിങ്ങനെ ഒന്ന് ലൈനാക്കി മാറ്റുക. അതിനുശേഷം നമുക്ക് രണ്ട് സൈഡിലേക്കും 1.5 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ ഹൈറ്റ് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ 2 ഇഞ്ചിൻ്റെ പോയിൻ്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 1/2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക രണ്ട് സൈഡിലേക്കും. ഇനി നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഇതിന് ഷേപ്പ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പാഡിൻ്റെ ഔട്ടർ ഷേപ്പും ആയി. ഇനി ഇതിൻ്റെ എല്ലാ ഭാഗത്തും 4 ഇഞ്ചാണ് ഞാനതിൽ തയ്യൽ തുമ്പ് കൊടുക്കണേ. അതിൽ കൂടുതൽ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ 4 ഇഞ്ച് വെച്ച് ഇതുപോലെ തയ്യൽ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് അതിനെ ഷേപ്പാക്കി വരച്ചെടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ പാറ്റേൺ ഫുൾ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നോക്കുക, ഇത് കോട്ടൺ മെറ്റീരിയലാണ്. ഒരു 6 ലെയർ കോട്ടൺ മെറ്റീരിയലാണ് ഞാനതിൽ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പാഡിന് വേണ്ടിയിട്ട് സെൻറ്ററിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. 6 ലെയറിൻ്റെയാണ് സാധാരണ ആവശ്യമുള്ളൂ. ഇനി കട്ടി കൂടുതൽ വേണ്ടവർക്ക് കട്ടി കൂടുതൽ വയ്ക്കാം. അതിനുശേഷം ഇതുപോലെ വെച്ച് ഇത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് ഉപയോഗിച്ച ഈ തുണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് കോട്ടണിലുള്ള ടീഷർട്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അത് വാങ്ങിക്കുക. പ്യുവർ കോട്ടൻ്റെ ടീഷർട്ട് വാങ്ങിക്കുക വൈറ്റിൽ. അത് വാങ്ങിയിട്ട് അത് കട്ട് ചെയ്തിട്ടാണ് ഈ പീസ് ഞാൻ ശരിയാക്കിയിട്ടുള്ളത്. കാരണം പ്യുവർ കോട്ടൺ ആണ്. നല്ല അബ്സോർബിങ് കപ്പാസിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ് ഈ സാധനം. ഇതുപോലെ ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് അങ്ങനെ ചുറ്റും തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ ഉള്ളിലാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മാർക്കിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ വേണം തയ്ക്കാൻ. അതിനുശേഷം ആ മാർക്കിങ് കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നോക്കുക, നമ്മുടെ പാഡ് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കോട്ടൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത് അകവും പുറം വയ്ക്കാൻ. ഇതുപോലെ ഒരു പീസ് തുണി എടുക്കുക. തുണി എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഈ പാഡ് വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക.
ജസ്റ്റ് ഞാൻ ആ മാർക്കിംഗ് ഒന്നുകൂടി തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് അതിലൊന്നുമില്ല, കറക്റ്റ് ആ മാർക്കിങ്. അപ്പോൾ ഈ മാർക്ക് ചെയ്തതിന് ശേഷം താഴത്തുനിന്ന് ഒരു പീസും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇത് രണ്ട് സൈഡിലേക്കുള്ള തുണി വേണം. അപ്പോൾ 2 തരത്തിലുള്ള തുണി ഞാനതിൽ വെക്കണത്. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. എന്നിട്ട് ഒരു ലെയർ തുണി എടുക്കുക, അതിൻ്റെ അകവശത്ത് ഇതുപോലെ പാഡ് ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് വെച്ചിട്ട് തയ്ക്കുക. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ സ്റ്റിച്ചിങ് ലൈനിൽ കൂടെ വേണമെങ്കിൽ അത് കൂടെ തയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ എങ്ങനെ വേണമെങ്കിലും തയ്ക്കാം. അപ്പോൾ ഞാനിതിൽ ആ സ്റ്റിച്ചിങ് ലൈനിൽ കൂടെ തന്നെയാണ് തയ്ക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഏറ്റവും ആദ്യം ഈ ഒരു സൈഡിൽ ഇത് പിടിപ്പിച്ചെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, മെറ്റീരിയലെല്ലാം നമ്മൾ നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിവിടെ ഒന്നും ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഇത്രയും ഭാഗം നമ്മളിതിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒഴിവാക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യണത്. കാരണം നമുക്ക് അതിൽ കൂടെ ഇത് അകമ്പുറം മറിക്കാനുള്ളതാണ് 2 ഭാഗം കൂട്ടി തയ്ച്ചിട്ട്. അപ്പോൾ ഇത് നോക്കുക, താഴത്തേക്ക് ഞാൻ ഡബിൾ ലെയറാണ് ഇത് തുണിയെടുത്തിട്ട് ഇതിൻ്റെയും നല്ല വശങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്തിട്ടുള്ള അവിടെ നമ്മൾ തയ്ച്ചു തുടങ്ങുക. അപ്പോൾ ഇത് നോക്കുക, നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ളതിൻ്റെ ഉള്ളിലേക്ക് 4 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇത് തയ്ച്ചുകൊണ്ട് വരുന്നത്. മാർക്കിങ്ങിൽ കൂടെ അല്ല തയ്ക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ കൊണ്ടുവന്നിട്ട് നിർത്തുക. നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക. കറക്റ്റായിട്ട് ആ മാർക്കിങ്ങിൽ കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ചുറ്റും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഈ കോർണറുകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആ ബെൻഡുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് അത് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് മടങ്ങി കിട്ടുള്ളൂ. നമുക്ക് അകമ്പുറം തിരിക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഹോള് നമ്മൾ ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതിനെ നേരെ തിരിച്ച് അകമ്പുറം മറിക്കുക. അപ്പോൾ നോക്കുക, ഇതിപ്പോൾ നമ്മൾ അകമ്പുറം മറിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും കയറ്റിയിട്ട് ഇതൊന്ന് ഷേപ്പ് കറക്റ്റാക്കി എടുക്കുക. എല്ലാ മൂലയും സൈഡുകളൊക്കെ നോക്കിയപ്പോൾ നമ്മൾ നല്ല കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡ് ക്ലോസ് ചെയ്യുക. അപ്പോൾ അതിന് കൂട്ടത്തിൽ നമ്മൾ ചുറ്റും ഒന്നടിക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്, നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതും. അതുപോലെ ഞാൻ പറഞ്ഞത് വളരെ ഹൈജീനിക്കായിട്ട് നമുക്ക് റീയൂസ് ചെയ്യാവുന്ന ഒരു സാധനമാണ്. കെമിക്കലില്ല, ഒന്നുമില്ല. നമ്മുടെ സാധാരണ ഉപയോഗിച്ചിരുന്ന രീതിയിൽ ഉപയോഗിക്കാവുന്ന സംഭവം. അപ്പോൾ വീഡിയോ കഴിയാറായി. ഇനി നമുക്കിതിൽ സ്നാപ്പ് ബട്ടണും കൂടി പിടിപ്പിക്കലാണ് പണിയുള്ളൂ. അപ്പോൾ 2 സ്നാപ്പ് ബട്ടൺ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ബട്ടണും ആയി അതിൽ നമുക്ക് സുഖമായിട്ട് പ്രസ് ചെയ്ത് പിടിപ്പിക്കാം. സാധാരണ സാനിറ്ററി നാപ്കിനിൽ വരുന്ന പോലെ തന്നെ നമുക്കിത് പ്രസ് ബട്ടൺ വെച്ച് ലോക്ക് ചെയ്ത് ഇടാം. അവിടെ നോക്കുക, സ്നാപ്പ് ബട്ടൺ ഫിറ്റ് ചെയ്യണത് നിങ്ങൾക്ക് മുന്നേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ കാണിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇത്രയാണുള്ളൂ. വളരെ നിസ്സാരമായ 10 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നിസ്സാര ചിലവിൽ നിങ്ങൾക്ക് ഈ പാഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ ഡൗട്ട്സുകൾ എല്ലാം ഞാൻ ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നോക്കുക, നമ്മുടെ റെഡി ആയിട്ടുള്ള പാഡാണിത്. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.